ഒരു രക്ഷയില്ലാത്ത ക്ലൈമറ്റ് അല്ലേ? നല്ല ക്ലൈമറ്റ് ഉള്ള ടൈമാണ്. അതായത് നല്ല വെരി ഗുഡ് ക്ലൈമറ്റ് എന്ന് സ്വിറ്റ്സർലാൻഡ് എന്ന് പറയാൻ പറ്റുന്ന സമയത്താണ് നിങ്ങൾ നമ്മുടെ റോയൽ കാറ്ററിംഗ് എങ്ങനെ സ്വിറ്റ്സർലാൻഡിലെത്തി? ആ കഥ എന്ന് പറഞ്ഞേ. സ്വിറ്റ്സർലാൻഡിൽ തന്നെ ഏറ്റവും എന്താ പറയുക, ലോകത്തിലെ വേൾഡിലെ ബെസ്റ്റ് പ്രൊഡക്ട്സ്, അതായത് ക്വാളിറ്റി പ്രൊഡക്ട്സ് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് സ്വിറ്റ്സർലാൻഡാണ്. സ്വിസ് മെയ്ഡ് ചോക്ലേറ്റ്സ്, സ്വിസ് മെയ്ഡ് മിൽക്ക് എന്നൊക്കെ പറയുന്ന പോലെ മിൽക്ക് പ്രൊഡക്ട്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള സ്വിറ്റ്സർലാൻഡ്. ക്വാളിറ്റിയിൽ വളരെ കൺസേൺസ് ആണ് ഇവിടുത്തെ ആളുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിലെ മോസ്റ്റ് പ്രിഫേർഡ് കാറ്ററേഴ്സ് ആയ റോയൽ കാറ്ററിങ്ങിന് തന്നെ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കേളി അസോസിയേഷൻ്റെ ഭാരവാഹികൾ വിളിച്ചു. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു നമുക്ക് ഇവിടെ ഒന്ന് ചെയ്യുന്നതിൽ. കാരണം ഇതേ സമയം നമുക്ക് ഒറ്റപ്പാലത്തും കൊച്ചിയിലൊക്കെ പല ഇവൻറ്റുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നമ്മളത് എല്ലാം ഓവർകം ചെയ്തു ഇവിടെ എത്തി. 13-ന് പ്രോഗ്രാമാണ്. നാളെ മുതൽ ഞങ്ങളെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും. എന്തൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് റോയൽ ഒരുക്കുന്നത്? സത്യത്തിൽ ഒരുപാട് വലിയൊരു സ്പ്രെഡ് ഇല്ല. കാരണം കുറച്ചൊരു ബുദ്ധിമുട്ടുകളുണ്ട് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നതിൽ. നമ്മുടെ ആ ഒരു സ്റ്റൈലല്ല കിച്ചണും അതേപോലെയുള്ള ഫയർവുഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. ഗ്യാസ് ലിമിറ്റഡ് ആയിട്ടേ പറ്റുള്ളൂ, ഗ്യാസ് സ്റ്റൗവും. അപ്പോൾ ഇലക്ട്രിക് സ്റ്റൗവിലാണ് നമ്മൾ ഈ ബോയിലിങ്ങും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ ലിമിറ്റേഷൻസ് വെച്ച് നമ്മൾ അതിന് പറ്റുന്നൊരു മെനു. എന്നാലും നമ്മുടെ യൂണീക്ക് ആയിട്ടുള്ള മട്ടൺ ബിരിയാണി, ചിക്കൻ ബിരിയാണി, അങ്ങനെ വരുന്ന കുറച്ച് ചിക്കൻ്റെ നല്ലൊരു ഡിഷസ്, ഫ്രൈഡ് ടൈപ്പിൽ ബീഫ്, പൊറാട്ട ഇവിടെ വളരെ സ്പെഷ്യലാണ്, കേരള പൊറാട്ട. അങ്ങനെ കുറച്ച് ഡിഷസ് ഉണ്ട്. നമ്മുടെ കുറച്ച് സ്നാക്സുകളുണ്ട്. ഒരു മിനിമം മെനുവിൽ ഒരു മാസ് ക്രൗഡ് 2000 പേർക്കുള്ള ഫുഡാണ് നമ്മൾ 13-ന് ഇവിടെ ഡിന്നറായിട്ട് ഞങ്ങൾ കൊടുക്കുന്നത്.